നമസ്കാരം കൂട്ടുകാരെ. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായി കണ്ടുകൊണ്ടിരുന്ന ഒരു കിഴങ്ങ് വർഗ്ഗമാണിത് ഈ കാണുന്നത്. ഇന്ന് അപൂർവമായിട്ട് ചില ആൾക്കാർ മാത്രമേ ഇത് കൃഷി ചെയ്യുന്നുള്ളൂ. പണ്ടൊക്കെ ഓരോ വീട്ടിലും ഒരു കുറഞ്ഞത് 50 മൂടെങ്കിലും കാണുമായിരുന്നു. പശുക്കളുണ്ടായതുകൊണ്ട് പശുക്കൾക്കെല്ലാം ഓരോ 2-3 കിഴങ്ങ് വെച്ച് ഇടിച്ച് അതിന് ആഹാരം കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് ഇളക്കി കൊടുക്കുമായിരുന്നു. നല്ല ആരോഗ്യമുള്ള ഒന്നായ ആട്ടിറച്ചിയുടെ അതേ ഗുണമാണ് ഈ കിഴങ്ങിന്. മിക്ക വീടുകളിലും ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു, കിഴങ്ങ് തൊലി കളഞ്ഞ് പുഴുങ്ങി വെക്കുമായിരുന്നു പണ്ടത്തെ വീട്ടിലെ അമ്മമാർക്ക്. ഇന്നത് കണി കാണാനും പോലുമില്ല ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ. വയലിൽ കുറേ വാഴ നട്ടതെല്ലാം പോച്ച കയറി കിടക്കുകയാണ്. എന്ത് ചെയ്യാനാണ്? കൊടും കാടാണ് ഇത്. ഒരു 10 ദിവസം ഒന്ന് നോക്കിയില്ലെങ്കിൽ ഇങ്ങനെ രൂക്ഷമായി പോച്ച അങ്ങ് പിടിക്കുകയാണ്. ഇതൊക്കെ നാട്ടിൻപുറത്ത് എല്ലാ വീട്ടിലും പശു, ആട്, എരുമയെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ അപൂർവം ചില വീട്ടുകളിലും അത് മാത്രമേ ഉള്ളൂ. പശുക്കളെ വളർത്തുന്നവർ ഈ പോച്ചയൊക്കെ അറുത്ത് കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ കുറേ പോച്ച ഒഴിവാകുമായിരുന്നു. ഇപ്പോൾ അത് ആരും അറക്കാനില്ലാത്തതുകൊണ്ട് പോച്ചകളിങ്ങനെ കാട് കയറി കിടക്കുകയാണ് ഓരോ കൃഷിസ്ഥലങ്ങളിലും. എന്തായാലും രാവിലെ ഇറങ്ങി അരമണിക്കൂർ 1 മണിക്കൂർ അതിൻ്റെ കൂടെ നിൽക്കുകയാണ്. ഈ പോച്ചയെല്ലാം വെട്ടി മനുഷ്യൻ്റെ ഊപ്പാട് വരികയാണ്. എന്ത് ചെയ്യാനാണ്? കൃഷി വലിയ ആഗ്രഹം ഉണ്ടായിട്ട് ഇത് ചെയ്യുന്നു. ഈ പോച്ച കരിയാൻ സ്പ്രേ ഉണ്ട്, പോച്ച കരിയുന്ന സ്പ്രേ. അത് അടിച്ചാൽ കരിയുന്നെങ്കിലും അത് വാഴയുടെ വേരുകൾ വരെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതങ്ങനെ ഞാൻ ഉപയോഗിക്കത്തില്ല. ഉപയോഗിച്ചാൽ തന്നെ ഈ തോട്ടിലെ വീഴുവാണെങ്കിൽ മീൻ പോലും എല്ലാം ചത്തുപോകും. അങ്ങനെയാണ് ഈ മീനുകളെല്ലാം ഇങ്ങനെ ചത്ത് പൊങ്ങി വരുന്നത്. കൃഷിയെപ്പറ്റി മമ്മൂട്ടി പറഞ്ഞതുപോലെ കർഷകർ ചേറ്റുകിറങ്ങുന്നതുകൊണ്ടാണ് നാം ഓരോരുത്തരും അന്നം കഴിക്കുന്നതെന്ന് പറഞ്ഞതുപോലെയാണ്. നേരിട്ട് അനുഭവിക്കുമ്പോഴേ അതിൻ്റെ ഇതറിയും. ഓരോ കർഷകരും പ്രയാസപ്പെട്ടാണ് ഓരോ സാധനവും ഉൽപ്പാദിപ്പിക്കുന്നത്. കൃഷി വൃത്തി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കമൻറ്റ്സ് ചെയ്യുക.